നിങ്ങൾക്കുള്ളത് വരുമപ്പാ. ഫ്രീ അല്ലേ, എത്ര വെള്ളം കഴിക്കാമല്ലോ. മുംബൈയിൽ ഒരുത്തം വരാൻ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. അവൻ ആര്? അവൻ്റെ അഡ്രസ്സ് എന്താ? അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അമർ സിംഗ് എന്ന ബോർഡും പിടിച്ച ഒരാൾ നിൽക്കും. അവന്റെ കൂടെ പോയ എല്ലാ കാര്യങ്ങളും അറിയാം. ആരും ഒരു പരിചയമില്ലാത്തതിന് എങ്ങനെ അപ്പ വിശ്വസിക്കുന്നത്? എന്ത് നടന്നാലും നമ്മൾ കൊടുങ്ങരുത്, അതാണ് ഏറ്റവും പ്രധാനം. ആ US സ്വാമിയെ നിനക്ക് മുമ്പേ തന്നെ അറിയാവോ? അവനെ അണ്ടർ വാട്ടറിൽ നിന്ന് തട്ടിയത് കൊണ്ടാ തുക്കടകളായിരുന്ന നമ്മളിപ്പം ഈ ലെവലിലെത്തിയേ. ഒരു എവിഡൻസും ഇല്ലെന്ന് പറഞ്ഞ് പോലീസ് ഫയൽ ക്ലോസ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് ഇനി എത്ര പേരെ കൊല്ലാൻ പോകുന്നത്? പെട്ടാൽ ആയുസ് മുഴുവൻ ജയിലാവും. ഒരേ ഒരു ചെറിയ 5 സ്റ്റാർ ഹോട്ടൽ കെട്ടിയാൽ മതിയുടെ, അത് കഴിഞ്ഞ് എല്ലാം നിർത്തിയേക്കാം. പോലീസ് ഇനിയും ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല. എവിഡൻസിനായി വെയിറ്റ് ചെയ്യുക. യു ബോത്ത് ആർ അണ്ടർ അറസ്റ്റ്. ഇരിക്കിരിക്കെ താഴേക്ക് ചാടാൻ പോവാ. ഞാൻ പോലീസല്ല, പേടിക്കണ്ട. പിന്നെ എന്തിനാ സർ ഇതെല്ലാം റെക്കോർഡ് ചെയ്തത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇതിൽ നിങ്ങൾ രണ്ടുപേരുടെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. മുംബൈയിൽ ഇറങ്ങിയാൽ ഉടൻ അടുത്ത ഫ്ലൈറ്റിൽ കയറി കൊൽക്കത്തയ്ക്ക് പോയിക്കും. ഇല്ലില്ല, മുംബൈയിൽ ഒരാളെ കാണുന്നതിനും. ആ ആൾ ഞാനാ. നിങ്ങളോട് വരാൻ പറഞ്ഞതും ഞാനാ. ഡീലിംഗ് ഫ്ലൈറ്റിൽ തന്നെ ആക്കിയാൽ എൻ്റെ താമസ സ്ഥലം നിങ്ങൾ മനസ്സിലാക്കില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗ് ഫ്ലൈറ്റിൽ തന്നെ ആക്കിയത്. നിങ്ങൾ ആരെ കൊല്ലണം, എപ്പോൾ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണമെന്ന് നാളെ എൻ്റെ ആൾ ഫുൾ ഡീറ്റെയിൽസുമായി കാണാൻ വരും. ഫുൾ എമൗണ്ടും കൊണ്ട്. പേടിക്കാതിരിക്കേ. എത്ര പേരെ കൊല്ലണം? ഒരേ ഒരാളെ, ആദവൻ തന്നെ കൊല്ലണം. അതും വളരെ ഡിസ്റ്റൻസിൽ നിന്ന്. അവൻ്റെ അടുത്ത് ആർക്കും അത്ര വേഗം അടുക്കാൻ പറ്റില്ല. ഓക്കെ? എനിത്തിങ് എൽസ്? അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ കിട്ടും. ആ റിട്ടേൺ ടിക്കറ്റ്സ് കാണിച്ചാൽ എൻ്റെ ആൾ പറയും. ബി കെയർഫുൾ. നിങ്ങളുടെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. നോട്ട് ഓൺലി ഓഡിയോ, നിങ്ങളുടെ വീഡിയോ എൻ്റെ കയ്യിൽ. നിങ്ങൾ ആരെ കൊല്ലണം, എപ്പോൾ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണമെന്ന് നാളെ എൻ്റെ ആൾ. സ്വിച്ച് ഓഫ്. ഐ സേ സ്വിച്ച് ഓഫ്. Sorry for the interruption. നോ പ്രോബ്ലം. എങ്ങനെ എടുത്തേ? വീഡിയോ റെക്കോർഡ്, ബ്ലൂടൂത്ത് മെമ്മറി സ്റ്റിക്ക്. ഇവിടെ മാരോടാ നീ. സോറി സാർ, ഇവനൊരു കാര്യമില്ലാത്തവനാ. ഇവനാണോ കാര്യമില്ലാത്തവൻ? 6 മാസത്തിനുള്ളിൽ ഈ ഫ്ലൈറ്റിന് എന്താ വില എന്ന് ചോദിക്കും ഇവൻ. എന്നാ നിങ്ങളുടെ ഓഡിയോ, നിങ്ങളുടെ വീഡിയോ. तैयार हो गए क्या? हाँ तैयार हूँ, पार्टी आ गया. कमिश्नर की गाड़ी आ गई, उसके पीछे इनके गाड़ी में आएगा. ബിൽഡിങ്ങിന് ചുറ്റും 4 പേരെ നോക്കാൻ. കാർ അവിടെ പാർക്ക് ചെയ്യും. चोली के पीछे क्या है? चोली के पीछे चुनरी के नीचे क्या है? चुनरी के नीचे. रेडी रेडी. इतनी क्राउड है, गोली कैसे चलाई? എല്ലാവരും കൂട്ടായി നിൽക്കുന്നു. ആരെയാ കൊല്ലുന്നത്? ആ കാണാം. ജഡ്ജോ? എന്താ വിധി മാറ്റി എഴുതിയോ? യാ എന്താണ് ഈ കാണിച്ച? ഓട്. സാർ അകത്തേക്ക് പോ സാർ. അവിടെ ഒരു സർദാർജി ഉണ്ട്. വേഗം പോയി അവരെ പിടിക്ക്. നിക്ക്. ഞാൻ അടിച്ചെന്തിനാന്ന് മനസ്സിലായില്ലേ? ഇവച്ച് രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ നോക്കുമ്പോ 2 പേര് വരുന്നു. അവര് വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് ഓടി. ആരാ നിങ്ങൾ ഇടിച്ച്? ഇടിച്ചു വന്നേ അങ്ങോട്ട് ഓടി, മറ്റോ ഫോണിലേക്ക് ഓടി. നിങ്ങൾ പോയി അവനെ പിടിക്കേ. ബാക്കിയുള്ളവർ എന്റെ കൂടെ വാ. അതാ കാത്തോളേ.
Everybody now make way. No, you ain't gonna get away. Every time you hear your heartbeat by, just know I'll be the one pulling that trigger. Everybody now make way. No, you ain't gonna get away. ഇത്രയും ഭീകരമായൊരു ദുരന്തം തങ്ങളുടെ മക്കൾ അനുഭവിച്ചതോർത്ത് എത്ര അച്ഛനമ്മമാർ കരയുന്നുണ്ടെന്നറിയാമോ? ലോഡ് കണക്കിനെടുത്ത കുട്ടികളുടെ അസ്ഥികളിൽ കാണാതെ പോയ സ്വന്തം കുഞ്ഞിൻ്റെ അസ്ഥികൾ ഉണ്ടാവരുതേ എന്ന് ഇന്നും ദൈവത്തോട് അപേക്ഷിക്കുന്ന അച്ഛനമ്മമാർ എത്രയുണ്ടെന്നറിയാമോ? ഈ ക്രൂരതയെപ്പറ്റി അന്വേഷിക്കാനാണ് എൻ്റെ മേൽനോട്ടത്തിൽ CBI ഈ വിചാരണ കമ്മീഷൻ രൂപീകരിച്ചത്. എന്താ ചോദിച്ചേ? ആരോ ഇപ്പോൾ മലയാളത്തിൽ ചോദിച്ചല്ലോ, കോടിക്കണക്കിന് രൂപ കൊടുത്ത ഈ വിചാരണ കമ്മീഷനെ ഒതുക്കാൻ പറ്റില്ലേ എന്ന്. ആരാത്? സോറി, മറ്റൊരു പ്രസ് മീറ്റിൽ ചിലർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ക്ലിപ്പിംഗ്സുകൾ കാണിച്ചത്. സാർ, കഴിഞ്ഞ 4 മാസങ്ങളായി നിങ്ങൾക്ക് ഇതിന് ചാർജ് ഉണ്ട്. എന്നത്തേക്ക് ഇതിന്റെ എൻക്വയറി ഫിനിഷ് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? ഏതാണ്ട് 90% എൻക്വയറിയും കഴിഞ്ഞു. കൊൽക്കത്തയിലും ഡാർജിലിംഗിലും നടന്ന ക്രൈമുകളുടെ സൂത്രധാരന്മാർ കോടികളാണ് സമ്പാദിച്ചത്. അവർ കൊല ചെയ്ത കുട്ടികളുടെ അവയവങ്ങൾ അന്യരാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. അറസ്റ്റിലായി കഴിഞ്ഞ അവരിൽ പലരും പെയ്ഡ് കില്ലേഴ്സാണ്. ഇനി പ്രധാനിയായ ഒരാൾ മാത്രമേ അറസ്റ്റിലാവാനുള്ളൂ. ബാക്കി 10% കൂടി ഞാൻ തന്നെ പൂർത്തിയാക്കും. അതൊരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കും. കമ്മീഷണർ സർ, താങ്കളോടൊരു ചോദ്യം. താങ്കൾ രക്ഷപ്പെട്ട കൊലയാളിയെ കണ്ടുപിടിക്കുമോ? കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല, എന്റെ ഡിപ്പാർട്ട്മെന്റ് അത് മോശമാണ്, നാണക്കേട്. മിസ്റ്റർ യോഗി, താങ്കളും താങ്കളുടെ ഡിപ്പാർട്ട്മെന്റും എന്ത് സഹായമാണ് അദ്ദേഹത്തിന് നൽകുന്നത്? സർക്കാർ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്നാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. സർ, ഇതുപോലെ വധഭീഷണി വീണ്ടും വന്നാൽ എന്ത് ചെയ്യും സർ? ഏയ്, എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതല്ലേ 1000 വട്ടം പറഞ്ഞത്. ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല. നോക്കിക്കോ, ഈ വിചാരണ കമ്മീഷൻ കഴിഞ്ഞ് കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നാട്ടിൽ പോകുകയോ അല്ലെങ്കിൽ പരലോകത്ത് പോകുകയോ എന്തെങ്കിലും നടക്കൂ. നീ ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു തന്നെ പറയണോ? എനിക്ക് 1000 ജോലികളുണ്ട്. നിനക്ക് ഈ ഒരു ജോലിയേ ഉള്ളൂ. മിസ്റ്റർ, കോർട്ടിലെ ജഡ്ജി ഇരിക്കുന്ന മുന്നിൽ ഇരിക്കാൻ എല്ലാവർക്കും ഭയമാണ്. നീ എന്താ ചോദ്യങ്ങൾ പിന്നെയും ചോദിക്കുന്നോ? ഇപ്പോഴും ഞാൻ ജഡ്ജിയാ. സോറി സർ. ഏയ്, ചുമ്മാ ഇരി. നിങ്ങൾ കാരണം എല്ലാവർക്കും നാണക്കേടാ. കീപ് കൂൾ സർ. വൈ ആർ യു ഗെറ്റിംഗ് ആംഗ്രി സർ? I am not angry. This is my way of answer to silly questions. That's my nature. Excuse me sir, one last question please. Yes, come on. Are you alone here or somebody within Kolkata? Oh, you want to give the clue to the opponent? I don't care. Here, take it.
ഞാനിവിടെ തനിച്ചല്ല. ക്രിസ്മസ് ഹോളിഡേയ്സ് കൊൽക്കത്തയിൽ ചെലവാക്കുന്നതിന് വേണ്ടി എൻ്റെ കുടുംബം മുഴുവൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മതിയോ? താങ്ക് യു. ഇക്ക, നമ്മുടെ ഷിപ്പ് കുറച്ച് ദിവസത്തേക്ക് വാടകയ്ക്ക് ഒതുക്കുന്നു. നല്ല കാശ് കിട്ടും. വരാൻ പറയട്ടെ? താഴെ ഇരിക്കാൻ പറയൂ. ഇല്ലിക്ക, അവർക്ക് ഷിപ്പ് കാണണമെന്ന് പറഞ്ഞു. എല്ലാം നീ കാരണമാടാ. നിനക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മീൻ പടക്കിട്ട് ഇപ്പൊ ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. തൊഴിലൊരു സീരിയസ്നെസ് വേണ്ട, അതും നമ്മുടെ തൊഴിൽ ഇത്തിരി കൂടുതൽ വേണം. വാ. ഏയ് ചേരെടുക്കടാ. കേട്ടില്ലേ? ചേരെടുക്കടാ. ഇങ്ങിരിക്ക. എടുക്കടാ കയ്യ്. നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. ഇപ്പോഴെന്താ വേണ്ടെന്ന് പറയും. എന്തു പറയാൻ? ഏജന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവനോട് ചോദിക്കാമായിരുന്നു. ഡയറക്റ്റ് ഡീലിംഗ് അല്ലേ? ജഡ്ജിയെ ഞാൻ തന്നെ കൊന്നേനെ. ഇങ്ങനെ അത്ര നേരം മതി. പക്ഷേ എന്റെ ആൾക്കാർ കുടുങ്ങും. വലിയ ദാതയെ പോലെ സംസാരിച്ചു ഇവൻ. ഇപ്പൊ എന്തു സംഭവിച്ചു? റെഡ്ഡി, അവൻ ചെറിയ പയ്യൻ. വലിയ തെറ്റ്. ചെറിയ പയ്യനാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ഗോലി കളിക്കൽ, പിന്നെ വീട് ഒഴിപ്പിക്കൽ, സൈക്കിൾ മോഷ്ടിച്ചതിന് പോലീസിൽ ജാമ്യമെടുക്കൽ, ഇതുപോലെ നിങ്ങളുടെ ലെവലിന് ചേർന്ന ജോലി മാത്രം ചെയ്യണം. അല്ലാതെ ബിസിനസ് ക്ലാസ്സിൽ ബിസിനസ് പറയാൻ വരരുത്. 5 വർഷം മുമ്പ് ചെയ്തത് ഇപ്പൊ ഓർമ്മപ്പെടുത്തി റെഡ്ഡി. ഇത് ശരിയാണോ? ആലോചിച്ച് ചെയ്യാം. സമാധാനപ്പെട്. ആരെടാ നീ സമാധാനിപ്പിക്കാൻ നോക്കുന്നേ? എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ അവനെ കൊന്നു കാണിക്കേ. ഇനി ഒരു വാക്കും ഇന്ത്യ താപിനുണ്ടാവില്ല. അവന്റെ പണവും കൊടുത്തേക്ക്. എന്താ കളിക്കുവാ? അത് പണമൊക്കെ ചെലവായി പോയി. ഔട്ട്. ഹോൾഡ് ഓൺ. നിങ്ങളുടെ ടാർഗറ്റ് മിസ്സായി കാണും. പക്ഷെ ചെറുപ്പം മുതലേ എന്റെ ടാർഗറ്റ് ശരിയാ, എന്റെ ഉന്നവും ശരിയാ. മിസ്സായിട്ടേ ഇല്ല. ഇപ്പൊ പോലും മിസ്സായതല്ല. കുറച്ചുകൂടി ആയുസുണ്ട് ആ ജഡ്ജിക്ക്. ഇത്രയും നാളെ നിന്റെ ടാർഗറ്റ് ആയിരുന്നു. ഇന്നു മുതൽ അയാൾ എന്റെ ടാർഗറ്റാ.